ചേട്ടാ വണ്ടിന്ന് പുക വന്നു തുടങ്ങിയല്ലേ, കൊണ്ട് കാണിക്കില്ലേ? കാണിക്കണോടാ, തിരുവനന്തപുരം നഗരം എന്തായാലും കാർബൺ ന്യൂട്രൽ ആവാൻ പോവല്ലേ. അതൊക്കെ ഇനി എത്ര നാളാവുമെന്തോ. നമ്മുടെ വായുവിന്റെ ഗുണനിലവാരം കഴിഞ്ഞ വർഷത്തേക്കാൾ മോശമായിക്കൊണ്ടിരിക്കുക. എന്നാലും വായു ഗുണനിലവാരം സൂചികല്ലേ, നമ്മൾ ഗുഡ് കാറ്റഗറി തന്നെയല്ലേ. ആണ്, അത് മാറാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുവാ. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ തിരുവനന്തപുരം. ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള നഗരവും തലസ്ഥാനം തന്നെ. പക്ഷേ തണുപ്പുകാലമായതോടെ സ്ഥിതി കുറച്ച് മാറി. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, വായുവിലെ കണികാ പദാർത്ഥങ്ങൾ എന്നിവയുടെ മൂല്യം മുൻപത്തേക്കാൾ ഉയർന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച വായു ഗുണനിലവാര സൂചികയിൽ തിരുവനന്തപുരത്തെ മൂല്യം 90ആണ്. വൈദ്യുതി പോയിട്ടുണ്ടെങ്കിൽ ആ എയർ ക്വാളിറ്റി കുറച്ച് ചെറിയ രീതിയിൽ ഡീഗ്രഡേഷൻ ഉണ്ടെങ്കിലും സാറ്റിസ്ഫാക്ടറി റേഞ്ചിലാണ്. ഹെൽത്ത് ഇഷ്യൂ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലോട്ട് വന്നിട്ടില്ല. പക്ഷേ നോർമലി ട്രിവാൻഡ്രത്തുള്ളതിനേക്കാളും ഈ വിൻ്ററിൽ ഇത്തിരി കോൺസെൻട്രേഷൻ ഈ പറഞ്ഞ വാല്യൂ ഇച്ചിരി കൂടിയാണെന്ന്. അപ്പോഴും ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ല. ഹരിത രീതികളിലൂടെ വായു ശുദ്ധമായി സൂക്ഷിക്കാൻ നഗരസഭയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും കൂടുതൽ ശ്രമങ്ങളാണ് വേണ്ടത്. ആശങ്ക ഏതാണ്ട് ഒരു 150ക്ക് ശേഷമേ നമ്മൾ ശരിക്കും ഒരു ആശങ്ക എന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഒരു 100 to 150 ഞാൻ ഈ പറഞ്ഞ സെൻസിറ്റീവ് ആൾക്കാർക്ക് ഒരു 120, 130 ഒക്കെ ആകുമ്പോഴത്തേനും ഒന്നിച്ചിരി ശ്രദ്ധിക്കുന്ന കുറച്ച് മീൻസ് എന്തെങ്കിലും പൊടി സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ ഒന്ന് മാസ്ക് ഇടുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ചെറിയൊരു ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. വിവിധ പാരാമീറ്ററുകൾ വിലയിരുത്തുന്നതിലൂടെയുള്ള വാർഷിക ശരാശരിയാണ് വായുവിന്റെ ഗുണനിലവാരത്തിന്റെ യഥാർത്ഥ പ്രതിഫലനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.